ശ്രീമദ് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗമാണ് ഇതിൽ വിചാരം ചെയ്യുന്നത്. ഭഗവാൻ അർജുനനെ ജ്ഞാനത്തെ വിജ്ഞാനമാക്കുന്ന കല അഭ്യസിപ്പിക്കുന്നു. ഇതുവരയ്ക്കും മനസ്സുകൊണ്ട് എങ്ങനെയാണ് പരമാത്മാവിനെ ചിന്തനം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. മനസ്സ് വളരെ പരിമിതമാണ്, പരമാത്മാവോ അപരിമേയൻ, അളക്കാനാവാത്ത ശക്തി. അപ്പോൾ നമ്മുടെ ഈ ചെറിയ മനസ്സുകൊണ്ട് എങ്ങനെയാണ് അളക്കാനാവാത്ത ഈ ശക്തിയെ തിരിച്ചറിയുക? അർജുനന് സംശയം ഉണ്ടാകും എന്ന് ഭഗവാൻ അറിയാം. സംശയം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. അർജുന, ജ്ഞാനത്തെ വിജ്ഞാനമാക്കുവാനുള്ള ഉപായം ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നുണ്ട്. യജ്ഞാത്വാ നേഹഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. എന്തറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയണ്ടാത്തത്, ആ അറിവിനെ ഞാൻ നിനക്ക് തരാം. തുടർന്ന് ഭഗവാന്റെ പ്രകൃതത്തെ വിവരിക്കുകയാണ്. ഭഗവാന് 2 പ്രകൃതികളുണ്ട്. ഒന്ന് അപരാപ്രകൃതി, ഒന്ന് പരാപ്രകൃതി. അപരാപ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ, അതിന് 8 ഘടകങ്ങളാണുള്ളത്. ഭൂമിരാപാനലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. ഈ പഞ്ചഭൂതങ്ങൾ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇത് 8 ചേർന്നതാണ് ഈ പ്രപഞ്ചം. ഇതിന് പുറമെ ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങൾ ഇതാണ്. ഇനി ഇതിൽ ഭഗവാന്റെ ചൈതന്യം ഉണ്ട്. ആ ചൈതന്യമാണ് പരാപ്രകൃതി. ഈ ചൈതന്യ സ്വരൂപനായിട്ടുള്ള സർവീശ്വരനാണ് എല്ലാറ്റിലും വിളങ്ങി പ്രകാശിക്കുന്നത്. അതല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഈശ്വരനല്ലാതെ ഇവിടെ യാതൊന്നുമില്ല. ഈശ്വരന്റെ വാക്കുകൾ തന്നെ പ്രമാണം. മത്തപരതരം നാണ്യത കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. അർജുന, ഇവിടെ ഞാൻ ഒഴികെ വേറെ മറ്റൊരു വസ്തുക്കളും ഇല്ല, ഇവിടെ ഞാനേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ പറയും, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. അകത്തും പുറത്തുമൊക്കെ നീ തന്നെയാണ്. ഇവിടെ ഭഗവാൻ അതാണ് പറയണത്. എല്ലാ വൈവിധ്യങ്ങളും നമ്മളിവിടെ കാണുന്നുണ്ട്. വൈരുദ്ധ്യാത്മകമാണ് ഈ പ്രപഞ്ചം. ഇവിടെ നാനാത്വമുണ്ട്, ഒരു സംശയവും വേണ്ട. പക്ഷേ ഈ നാനാത്വത്തിലൊരു ഏകത്വമുണ്ട്. അതാണ് പരമാത്മതത്വം. സൂത്രേ മണിഗണായിവ. എല്ലാ വസ്തുക്കളും പല വലിപ്പത്തിലും പല നിറത്തിലും ഉള്ള മുത്തുകൾ ഒരു ചരടിൽ കോർത്ത് എങ്ങനെയിരിക്കും, അതുപോലെയാണ് എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എല്ലാം. നമ്മൾ പലതരം മുത്തുകളെയൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ചരടിനെ കാണുന്നില്ല. സത്യവസ്തുവിനെ ആരും അറിയുന്നില്ല. ശാസ്ത്രം ശ്രവിച്ചാൽ, ഗുരുമുഖത്ത് നിന്ന് ഉപദേശം ലഭിച്ചാൽ കിട്ടുന്ന ജ്ഞാനമാണിതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ജ്ഞാനം സുലഭമല്ലാത്തത്? ഭഗവാൻ പറയണു, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ. എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. ഇതിൽ എത്ര കുറച്ച് പേരാണ് അർജുന എന്നെ തേടുന്നത്? എത്ര പേരാണ് എന്നെ ലക്ഷ്യമാക്കുന്നത്? ഇനി ഭഗവാൻ തന്നെ ലക്ഷ്യം, സർവീശ്വരൻ തന്നെ ലക്ഷ്യം എന്ന് കരുതി അന്വേഷണം തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും മാർഗമേതെന്ന് തിരിച്ചറിയാനാകാതെ ഭ്രമിക്കുന്നു.
എന്താണ് ഇതിന് കാരണം? ഭഗവാൻ തന്നെ കാരണം പറയുന്നുണ്ട്. ദേവി ഹേഷാ ഗുണമയി മമ മായാദുരത്യയ. എൻ്റെ തന്നെ മായ, എൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള മായ. ഈശ്വരൻ വേറെ, മായ വേറെ, അങ്ങനെ രണ്ടില്ല. ഇവിടെ അദ്വൈതമാണ്, ഒന്നേ ഒന്ന് സർവീശ്വരൻ. ആ ചൈതന്യത്തിൽ ഒരു ശക്തി സ്പന്ദനം ഉണ്ടാകുന്നതാണത്. അത് വെറും ഭ്രമമാണ്, സത്യമല്ല. ആലോചിച്ച് നോക്കൂ. അരണ്ട വെളിച്ചത്തിൽ നമ്മൾ ഒരു കഷ്ണം കയറ് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. നല്ല വെളിച്ചം കൊണ്ടുവന്ന് നോക്കുമ്പോൾ അത് കയറാണെന്ന് തിരിച്ചറിയുന്നു. പാമ്പിനെ കാണുമ്പോൾ കയറില്ല, കയറാണെന്നറിയുമ്പോൾ പാമ്പില്ല. ഇതുപോലെയാണ് സർവേശ്വരനെ അറിഞ്ഞാൽ പിന്നെ മായയില്ല. മായയെ കണ്ടുകൊണ്ടിരുന്നാൽ സർവേശ്വരനെ കാണാനും സാധിക്കില്ല. നമ്മളെല്ലാവരും മായാമറയ്ക്കുള്ളിൽ പെട്ടിരിക്കുകയാണ്. അത് സർവേശ്വരൻ്റെ ശക്തിയാണ്. മായയുടെ കാരണം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. കയറിൽ കണ്ട പാമ്പ് വിഷപ്പാമ്പാണോ, അത് അണലിയാണോ, മൂർഖനാണോ എന്നൊക്കെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതുപോലെയാണ് മായയുടെ കാരണം തേടിപ്പോകുന്നത്. മായയെ അകറ്റി സർവേശ്വരനെ അറിയണം. അതിന് മായയ്ക്കും അതീതനായ, മായയ്ക്കും അധീശനായ സർവേശ്വരനെ തന്നെ ശരണം പ്രാപിക്കണം. പക്ഷേ നമ്മൾ ആരെങ്കിലും സർവേശ്വരനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും? ഭഗവാൻ അറിയാം. ഭഗവാൻ പറയും, 4 തരക്കാരാണ് എന്നെ ശരണം പ്രാപിക്കുന്നത്. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീതു ഭരതർഷഭ. ആർത്തരാവുമ്പോൾ, ദുഃഖിതരാവുമ്പോൾ എല്ലാവരും ഭഗവാന്റെ അടുത്ത് ചെല്ലും. കഠിനമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ, കയ്യിലുള്ള സമ്പത്ത് എല്ലാം നഷ്ടപ്പെടുമ്പോൾ, ചുറ്റും ഭീഷണി ഉയരുമ്പോൾ, ബന്ധുക്കൾ തന്നെ ശത്രുക്കളാകുമ്പോൾ, ഇതുവരെ ആശ്രയിച്ചവരെല്ലാവരും ആശ്രയയോഗ്യരല്ല എന്ന് തിരിച്ചറിയുമ്പോൾ, അന്ന് നമ്മൾ എന്നും ആശ്രയിക്കാവുന്ന സർവീശ്വരനെ തേടും. അതാണ് ആർത്തൻ. അവനറിയാം അവൻ്റെ ദുഃഖം അകറ്റാൻ സർവീശ്വരന് മാത്രമേ കഴിയൂ എന്ന്. പിന്നെ ഒരു കൂട്ടരുണ്ട് ജിജ്ഞാസുക്കൾ. അവർക്കറിയണം ഈ പ്രപഞ്ചം എന്നുണ്ടായി, ഇതെങ്ങനെയുണ്ടായി, ആരാണ് ഇതിൻ്റെ സൃഷ്ടികർത്താവ്, ഞാൻ എന്ന് അറിയുന്ന, എന്നെ അറിയുന്ന ഞാൻ ആരാണ്, ഈശ്വരനുണ്ടോ? ഇവരെയാണ് ജിജ്ഞാസുക്കൾ എന്ന് പറയുന്നത്. അവർ ഈശ്വരനെ തേടും. പിന്നെ ഒരു കൂട്ടരുണ്ട് അർത്ഥാർത്ഥികൾ. അവർക്ക് സമ്പത്ത് വേണം, അതിനായിട്ട് അവർക്ക് പ്രയത്നിക്കണം. ആ പ്രയത്നിക്കാനുള്ള ശക്തി ഭഗവാൻ തരണം. അതുകൊണ്ട് അവർ സർവീശ്വരനെ ആശ്രയിക്കും. പിന്നൊരു കൂട്ടരുണ്ട് ജ്ഞാനികൾ. അവർക്കറിയാം ഈ ജീവൻ ഈശ്വരൻ തന്നെയാണ്, ജഗത്ത് മിഥ്യയാണ്, ബ്രഹ്മം സത്യമാണ്. ഇതൊക്കെ അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെ ജ്ഞാനികൾ എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിൽ ദൃഢത വരാനായിട്ട് അവർ ഈശ്വരനോട് പ്രാർത്ഥിക്കും. സർവേശ്വര, എൻ്റെ അറിവിൻ്റെ നിറവിലിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം, സദാ പരമാത്മാവുമായിട്ട് ലയം ഉണ്ടാവാനായിട്ട് അവിടുത്തെ കൃപ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഭഗവാൻ പറയണു, ഈ 4 കൂട്ടരെ എനിക്കിഷ്ടം തന്നെയാണ്, 4 പേരും എനിക്ക് പ്രിയരാണ്, അവർ ഉത്കൃഷ്ടരാണ്, സംശയിക്കണ്ട. പക്ഷേ ജ്ഞാനീതു ആത്മൈവ, ജ്ഞാനി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അർജുന എന്ന് പറയും. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഒരാൾ ജ്ഞാനിയാവണത്? ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാന്മാൻ
ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതി വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭം. എത്ര 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 ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് സുകൃതിയായിട്ടുള്ളൊരു ജീവൻ ജ്ഞാനിയായിട്ട് തീരുന്നത്. നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ കാണുന്നുണ്ട് എത്ര തരം ജീവജാലങ്ങളുണ്ട്. അതിലെല്ലാം കുടികൊള്ളുന്നത് ഒരേ ഒരു സത്യം തന്നെ, സർവീശ്വരൻ തന്നെ. ആ ഉപാധിക്കുള്ളിൽ അങ്ങനെയാണ് ഈശ്വരൻ പ്രകാശിക്കുന്നത്. അങ്ങനെ ഒരു ശരീരത്തിലിരിക്കുമ്പോൾ ഈശ്വരനെ തേടാനാകുമോ? സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് മാത്രമാണ് നിത്യവസ്തു ഏത്, അനിത്യവസ്തു ഏത് എന്ന് വിചാരം ചെയ്യാനുള്ള കെൽപ്പുള്ളത്. അവന് തിരിച്ചറിയാൻ കഴിയും നിത്യവസ്തു സർവീശ്വരൻ മാത്രം, അതൊഴികെ മറ്റെല്ലാം അനിത്യം എന്ന്. ഈ വിവേകം ഉദിച്ച് എൻ്റെ അടുത്ത് എത്തി എന്നെ പ്രാപിക്കുന്നവൻ, ശരണം പ്രാപിക്കുന്നവൻ, എന്നെ അറിയുന്നവൻ, അവനാണ് ജ്ഞാനി. ജ്ഞാനീതു ആത്മൈവ. അവൻ എത്രയോ ജന്മം, എത്രയോ ശരീരങ്ങളിൽ കൂടി കടന്ന് അവസാനം സുകൃതം പൂർണ്ണമാകുമ്പോഴാണ് എൻ്റെ അടുത്തെത്തുന്നത്. അങ്ങനെയുള്ള ജ്ഞാനികൾ വിരളമാണ്. ദുർലഭം എന്നല്ല ഭഗവാൻ പറയുന്നത്, സുദുർലഭ, വളരെയധികം വിരളമാണ്. വാസുദേവ സർവമിതി, ഇതാണ് അവരുടെ അറിവ്. ഈ കാണുന്നതെല്ലാം സർവേശ്വരൻ തന്നെ. ഈശാവാസ്യമിതം സർവം എന്ന് ഉപനിഷത്ത് ഋഷി പറഞ്ഞിട്ടുണ്ട്. ഈ ലോകം മുഴുവനും ഈശ്വരനാൽ നിറയപ്പെട്ടിരിക്കുന്നു. ഈ തിരിച്ചറിവുള്ളവനാണ് ജ്ഞാനി. ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുകയാണ്, സുകൃതികൾക്ക് മാത്രമേ ഈശ്വരനെ തേടാനാകൂ, ഈശ്വരനിൽ എത്താനാകൂ. അല്ലാത്തവർ ലോകവിഷയങ്ങളിൽ ഭ്രമിച്ച് അവയുടെ പുറകെ പാഞ്ഞ് അവ സത്യമാണ് എന്ന് കരുതുന്നു. ഓർമ്മിക്കുക, 4 കൂട്ടരെയാണ് വേദാന്തം അജ്ഞാനികൾ എന്ന് പറയുന്നത്. 1, ശരീരം ഞാനാണ് എന്ന് കരുതുന്നവർ. 2, ഈ പ്രപഞ്ചം സത്യമാണ് എന്ന് കരുതുന്നവർ. 3, തിന്നാനും കുടിക്കാനും രസിക്കാനും മാത്രമുള്ളതാണ് ഈ ജീവിതം എന്ന് കരുതുന്നവർ. 4, പണത്തിനേക്കാൾ മീതെ ഒന്നുമില്ല എന്ന് കരുതുന്നവർ. ഇവയുടെ എല്ലാം നശ്വരതയെക്കുറിച്ച് ജ്ഞാനികളായിട്ടുള്ള ആചാര്യന്മാർ ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ആചാര്യസ്വാമികൾ പാടിയിട്ടുണ്ട് ഭജഗോവിന്ദത്തില്, മാക്കുരു ധനജന യൗവന ഗർവം ഹരത്തി നിമേഷാൽ കാലസർവം മായാമയമിതമഖിലം ബുദ്ധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ ഭജഗോവിന്ദം ഭജഗോവിന്ദം. മനുഷ്യ, നീ നിൻ്റെ സമ്പത്ത്, നിൻ്റെ ബന്ധുക്കൾ, നിൻ്റെ ബുദ്ധിവൈഭവം, നിൻ്റെ സ്വാധീനം, ഇതിലൊന്നും അഹങ്കരിക്കരുത്. ഹരതി നിമേഷാൽ കാലസർവം, എല്ലാം ഒരു നിമിഷം കൊണ്ട് ഈ കാലം അപഹരിക്കും. മായാമയമാണ് ഈ ജഗത്ത് എന്ന് അറിയൂ. എന്നിട്ട് ആ സർവേശ്വരനെ തേടൂ. എഴുത്തച്ഛനും ഇത് തന്നെ അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മണോപദേശത്തിൽ. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ഒരു പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള, ആ തവള ഏത് നിമിഷം വേണമെങ്കിലും ഈ പാമ്പിന് ഇരയാകും. അതൊന്നും തവള അറിയുന്നില്ല. അത് ആ പാമ്പിൻ്റെ വായിലിരുന്നു കൊണ്ട് തൻ്റെ ഭക്ഷണമായിട്ടുള്ള അല്പപ്രാണികളെ അന്വേഷിക്കുകയാണ്. ഇതുപോലെയാണ് പരമാത്മാവിനെ തേടാതെ ലോകവിഷയങ്ങളെ തേടിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരുടെ ഗതി. ഭഗവാൻ പറയുന്നു, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ.
എല്ലാറ്റിൻ്റെയും ബീജമായിട്ടുള്ളത് ഞാനാണ്. ജലത്തിലെ രസം ഞാനാണ്. സൂര്യചന്ദ്രന്മാരിലെ പ്രഭ ഞാനാണ്. ബലവാന്മാരുടെ ബലം ഞാനാണ്. എല്ലാറ്റിൻ്റെയും വിത്ത് അതെന്നിലാണ്. സൃഷ്ടി, സ്ഥിതി, ലയം എല്ലാം എന്നിലാണ്. ഇത് അറിയാതെ പാഴ്വേലകൾ ചെയ്ത് വൃഥാ ചിന്തകളിൽ മുഴുകി ലോകവ്യവഹാരങ്ങളിൽ മാത്രം മുഴുകി നടക്കുന്നവർ ഒരിക്കലും സർവീശ്വരനെ തേടുന്നില്ല, സർവീശ്വരനിൽ എത്തുന്നില്ല, സർവീശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുന്നുമില്ല. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞ് ഒരു ലക്ഷ്യമുണ്ടെന്ന് പോലും അവർക്കറിയില്ല. ലക്ഷ്യം അറിഞ്ഞാലേ മാർഗത്തെക്കുറിച്ച് അന്വേഷിക്കൂ. ജ്ഞാനി ഈശ്വരനെ ബ്രഹ്മമായിട്ട് തന്നെ അറിയും. ഭഗവാൻ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശ്വരനെ അധിദൈവമായിട്ട്, അധിഭൂതമായിട്ട്, അധിയജ്ഞമായിട്ട് അറിയുന്നവനാരോ അവനാണ് പരിപൂർണമായിട്ടുള്ള ജ്ഞാനം ഉള്ളവൻ എന്ന് പറയുന്നുണ്ട്. അതായത് സർവഭൂതങ്ങളുടെയും സർവജീവജാലങ്ങളുടെയും അന്തരാത്മാവായിട്ട് നിൽക്കുന്ന ആ ചൈതന്യത്തെ അറിയുന്നവൻ അവനാണ് ജ്ഞാനി. എവിടെ എവിടെ ജീവൻ്റെ തുടിപ്പ് കാണുന്നുവോ ആ ജീവൻ്റെ അംശം ഈ ബോധസ്വരൂപനായിട്ടുള്ള സർവേശ്വരൻ്റെ അംശം തന്നെയാണ്, അല്ലെങ്കിൽ സർവേശ്വരൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് ജ്ഞാനി. ഈ കർമ്മങ്ങളെല്ലാം ജഡങ്ങളാണ്. പ്രപഞ്ചം ഭഗവാന്റെ അല്ലെങ്കിൽ സർവേശ്വരൻ്റെ മായയിൽ പെട്ട് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സർവചലനങ്ങളും സർവകർമ്മചലനങ്ങളും ജഡവസ്തുക്കളല്ലേ? ചിന്തിക്കൂ. ഇവിടെ ഭഗവാൻ ജ്ഞാനത്തെ വിജ്ഞാന സഹിതം പറഞ്ഞു കൊടുക്കുകയാണ്. വെറുതെ പുസ്തകജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിപരമായിട്ടുള്ളൊരു വ്യായാമം മാത്രം. അതുകൊണ്ട് നമുക്കൊരിക്കലും സത്യത്തെ ദർശിക്കാനാവില്ല, ശാന്തി കിട്ടില്ല. പിന്നെ എനിക്കെല്ലാം അറിയാം, ഞാൻ പണ്ഡിതനാണ് എന്നൊരു അഹങ്കാരം കൂടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ജ്ഞാനത്തെ വിജ്ഞാനമാക്കാനുള്ള കലയാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഋഷിവര്യന്മാർക്ക് ലോകശാസ്ത്രങ്ങളെ അറിയാം, ആധ്യാത്മികമായിട്ടുള്ള വിദ്യകളും അറിയാം. അവർ ഈ ലോകത്തെയും സർവേശ്വരനെയും രണ്ടായിട്ടല്ല കണ്ടിരിക്കുന്നത്. ഈ വിശ്വനാഥൻ തന്നെയാണ് വിശ്വം. വിശ്വം ദർപ്പണദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം എന്നാണ് ആചാര്യസ്വാമികൾ പാടിയിട്ടുള്ളത്. നമ്മുടെ തന്നെ ഉള്ളിൽ ഒരു കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെ ആ ബോധത്തിൽ, അല്ലെങ്കിൽ ആ ബോധം തന്നെ ആ അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ച ജീവനായിട്ട് കാണുന്നു. ഇതെല്ലാം നമ്മുടെ മഹർഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നു. മഹാത്മാക്കൾക്ക് ഈ അറിവുണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്കിതുപോലുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ സംഭാവനയായിട്ട് ലഭിച്ചത്. അവരാണ് വാസ്തവത്തിൽ നമ്മുടെ മാർഗദർശികൾ. അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ കാലശേഷവും നമ്മളുടെ മാർഗദർശികളായിട്ട് തന്നെ തുടരും, ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗം ഉപസംഹരിക്കുകയാണ്.